ഹലോ ഫ്രണ്ട്സ്, ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വന്നിരിക്കുന്ന സാംസങ്ങിന്റെ ഒരു CRT കിറ്റ് ആണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പടം പോവും, പടം ഡാർക്ക് ആയി പോവും, വളരെ ഇരുണ്ട ഒരു പടം കിട്ടും. ചില സമയങ്ങളിൽ ഓൺ ആവത്തുമില്ല. അങ്ങനെയാണ് ഈ ബോർഡിന്റെ കംപ്ലൈന്റ്. അതായത് ചില സമയങ്ങളിൽ ഓസിലേഷൻ ഉണ്ടാവാറില്ല. അതാണ് ഈ കംപ്ലൈന്റ്. അപ്പോൾ നമുക്ക് സെറ്റ് ഓൺ ചെയ്ത് നോക്കാം. സെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് കത്തി. നമ്മുടെ സ്ക്രീനിൽ നമുക്കൊന്നും വരുന്നില്ല. നമുക്ക് സ്ക്രീൻ ചെറുതായിട്ട് ഒന്ന് കൂട്ടി നോക്കാം. സ്ക്രീൻ കൂട്ടിയിട്ട് നമുക്ക് ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല. നമ്മുടെ ഡിസ്പ്ലേ ബ്ലാങ്ക് ആണ്. അവിടെ സ്ക്രീനൊന്നും നമുക്ക് വരുന്നില്ല. അപ്പോൾ നമുക്കിത് എന്താ കംപ്ലൈൻറ്റ് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഈ ബോർഡിലെ വോൾട്ടേജുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പം മീറ്റർ DC 200 സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വോൾട്ടേജ് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ B+ വോൾട്ടേജ് ആണ് 128 വരെ വരുന്നുണ്ട് വോൾട്ടേജ്. അപ്പം B+ വോൾട്ടേജ് ഓക്കെയാണ്. ഇത് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്, അതായത് നമുക്ക് ബേസിലേക്ക് പോകുന്ന 180 ലൈനാണിത്. അവിടെ ഒരു 70 വോൾട്ട് വരെയൊക്കെ, 80, 85, 84 വോൾട്ട് വരെയൊക്കെ നമുക്ക് വരുന്നുള്ളൂ. ആ വോൾട്ടേജ് നമുക്ക് വളരെ ലോ ആണ്. ഇത് നമ്മുടെ വെർട്ടിക്കൽ വോൾട്ടേജ് ആണ് +40. ഇതും +14 ആണ്. നമ്മുടെ മൈനസ് വോൾട്ടേജ് ഓക്കെ, മൈനസ് വോൾട്ടേജും നമുക്ക് കാണിക്കുന്നില്ല. നമ്മുടെ ഔട്ട്പുട്ട് 180യുടെ ഡയോഡാണ് ആ പോയിന്റ്. അവിടെ നമുക്ക് വോൾട്ടേജ് കുറവുണ്ട്, 84. അവിടെ നമുക്ക് 180 ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇത്രയും വോൾട്ടേജുകൾ നമ്മുടെ LOTന്ന് കുറവാണ്. ഇനിയിപ്പോൾ നമുക്ക് ആ ഡയോഡ്, LOT ഇട്ടേക്കുന്ന ആ ഡയോഡ് കംപ്ലൈൻ്റ് ആവുകയോ കപ്പാസിറ്റർ വീക്ക് ആവുകയോ ചെയ്താലും നമുക്ക് വോൾട്ടേജ് കുറയും. പക്ഷെ ഇത്രയും കുറയുമെന്ന് തോന്നുന്നില്ല. എന്നാലും നമുക്ക് ആ ഡയോഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ കണ്ടിന്യൂറ്റി മോഡിലാണ് ഇടുന്നത്. ഇനി കണ്ടിന്യൂറ്റി മോഡിലിട്ട് നമുക്ക് ആ ഡയോഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മെഷർമെൻ്റ് ഒന്നും നമുക്ക് കാണിക്കുന്നില്ല. ഓക്കെ, നമ്മുടെ മീറ്റർ കണ്ടിന്യൂറ്റി ബസർ മോഡിലല്ലായിരുന്നു, അതാ ഓംസിലായിരുന്നു. ഓക്കെ, നമ്മുടെ ഡയോഡ് ഓക്കെയാണ്. 0.507 ഓംസ് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഡയോഡ് ഓക്കെയാണ്. നമ്മുടെ കപ്പാസിറ്റർ ബൾജ് ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇല്ല, കപ്പാസിറ്റർ പ്രശ്നമൊന്നുമില്ല. നല്ല കപ്പാസിറ്റർ തന്നെയാണ്. അത് മാറ്റി ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ LOT തന്നെയാണ് നോക്കേണ്ടത്. സോ അതിനു മുമ്പ് നമുക്ക് ആ സ്ക്രീൻ വോൾട്ടേജ്, നമ്മുടെ സ്ക്രീനിൽ വരുന്ന വോൾട്ടേജ് ഒരു 200 സംതിങ് വോൾട്ടേജ് നമുക്ക് വരണം. അത് നമുക്കുണ്ടോ എന്ന് നോക്കാം. സ്ക്രീനും പ്രശ്നം കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്ക്രീൻ വോൾട്ടേജ് എത്ര ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാണാൻ പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ക്യാമറ എടുത്തത്. നോക്കാം. നമ്മുടെ സ്ക്രീൻ വോൾട്ടേജ് 87, 88 വോൾട്ട് മാത്രമേ നമുക്കുള്ളൂ. ഇത്രയും വന്നാൽ പോരാ. നമുക്കൊരു 200 വോൾട്ടിന് മേളിൽ ഉണ്ടാവും. ഒരു 220, 230 വോൾട്ടിലൊക്കെ നമുക്ക് ആ സ്ക്രീൻ വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ LOT തന്നെയാണ് നമുക്ക് പ്രശ്നം. LOTന്ന് നമ്മുടെ സ്ക്രീൻ വോൾട്ടേജ് കുറവാണ്, ഔട്ട്പുട്ടിൽ നമ്മുടെ വോൾട്ടേജും കുറവാണ്. ഇത് നമ്മുടെ 180, സോറി, നമ്മുടെ B+ കുറഞ്ഞാലും ഇത് കുറയും. പക്ഷെ ഇവിടെ നമ്മുടെ B+ ഓക്കെയാണ്. അതായത് B+ 128,
വോൾട്ടേജ് തന്നെ ഉണ്ട് നമുക്ക്. അത് വോൾട്ടേജ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ വോൾട്ടേജ് പ്രശ്നമല്ല, ഇത് LOTയുടെ തന്നെ പ്രശ്നമാണ്. ഈ കേസുകളിൽ നമ്മൾ തൊട്ട് നോക്കാമെങ്കിൽ ഈ LOT പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ LOT ഓവറായിട്ട് ഹീറ്റ് ആവുകയും ചെയ്യും. നമ്മൾ തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, LOT ഓവറായിട്ട് ഹീറ്റ് ആവും. നമ്മുടെ LOT ഫോൾട്ട് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. ഈ വോൾട്ടേജുകളെല്ലാം കുറവ് വരും, അതുപോലെ LOT ഓവറായിട്ട് ഹീറ്റ് ആവുകയും ചെയ്യും. അതായത് നമ്മൾ നോർമൽ നോക്കുന്ന കണക്കുള്ള ചൂടായിരിക്കത്തില്ല, ഓവറായിട്ട് LOT ചൂടാവും. അപ്പോൾ നമുക്കിത് ഫാൾട്ട് ഉറപ്പിക്കാം, നമ്മുടെ LOT തന്നെ നമുക്ക് കംപ്ലൈൻറ്റ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടണും അമർത്തുക. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിൽ അറിയിക്കുക. അതോടെ ഇലക്ട്രോണിക്സ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് LOT ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ LOT നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് BSC 250210E, അതാണ് ഈ LOTയുടെ നമ്പർ. ഇനി അതിൻ്റെ നമ്മുടെ ബേസ് പോയിന്റിലൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. സ്ക്രീനും ഫോക്കസും 2 പോയിന്റിലൂടെ ഇളക്കാനുണ്ട്. ഈ LOT രണ്ടാമത് ഇത് പിന്നെ മാറിയിട്ടുള്ളതാണ്. ഇപ്പം വരുന്ന പുതിയ LOTകളും നമുക്ക് അത്ര ഗുണമുള്ളതല്ല, അതായത് കംപ്ലൈൻറ്റുകൾ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് മാറ്റിയിടാം. പുതിയ LOT നമ്മൾ എടുത്തിട്ടുണ്ട്, 210E. അപ്പോൾ ഇത് തന്നെ നമുക്കൊന്ന് കയറ്റിയിടാം. ഈ LOT നമ്മുടെ പുതിയത് ആണെങ്കിൽ നമ്മൾ ഈ ലെഗുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കയറ്റിയിടണം. അതിനത് ക്ലാവ് പോലെ പിടിച്ചിരിക്കും. അത് നമുക്ക് പ്രോപ്പറായിട്ട് സോൾഡർ ചെയ്യുമ്പം ലെഡ് പിടിക്കാതിരിക്കും, അതുപോലെ ലൂസ് കണക്ഷനും ഉണ്ടാവും. അതുകൊണ്ട് ഈ ലെഗുകളെല്ലാം കൃത്യമായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇടുന്നത് നല്ലതാണ്. ഇപ്പം നമ്മൾ LOT കയറ്റി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ലെഗുകളും ഒന്ന് സോൾഡർ ചെയ്യണം. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകണ്ട. അപ്പോൾ നമ്മൾ എല്ലാ ലെഗുകളും സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടിന്നറിലൊന്ന് വാഷ് ചെയ്ത് വിടണം. അതല്ലെങ്കിൽ നമ്മുടെ ആ ഫ്ലെക്സ് അവിടെ ഇങ്ങനെ പിടിച്ചിരിക്കും. വാഷ് ചെയ്യാൻ ടിന്നറാണ് ഉപയോഗിക്കുന്നത്. ടിന്നർ ഉപയോഗിച്ച് നല്ലപോലെ വാഷ് ചെയ്ത് വിടുക. ഇനി നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്യണം. നമുക്ക് അതിനുമുമ്പ് ഈ സ്ക്രീനും ഫോക്കസും കൊടുത്തിട്ടില്ല, അത് കൊടുത്ത് LOT ഒന്ന് കണക്ട് ചെയ്യണം. ഈ ഇതിൻ്റെ ടിപ്പുകളൂടെ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് വിടുക. അതിനകത്തും ആ ക്ലാവ് പോലെ പിടിച്ചിരിക്കും, അത് നമുക്ക് പിന്നീട് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് അത് നല്ലപോലെ ഒന്ന് ചിരണ്ടി വൃത്തിയാക്കി കയറ്റിയിടുക. ഇപ്പോൾ 2 ലെഗുകളും ഇത് ഫോക്കസിൻ്റെ പിന്നാണ്, അത് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടു. ഓക്കെ, ഇനി സ്ക്രീനിൻ്റെ അത് നമ്മൾ കയറ്റിയിട്ടുണ്ട്. നമ്മൾ ബേസിൽ ഓക്കെ നമ്മൾ കണക്ട് ചെയ്യാം. അത് കണക്ട് ചെയ്തു. ഇനി നമ്മുടെ LOTയുടെ ക്യാപ്പും കൂടെ നമുക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, നമ്മളതും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത വോൾട്ടേജ് ഒന്ന് നോക്കാം. സെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെർട്ടിക്കൽ വോൾട്ടേജ് ആണ് +40. മൈനസ് വോൾട്ടേജ് ഓക്കെ, മൈനസ് വോൾട്ടേജും ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഔട്ട്പുട്ട് 173 വോൾട്ട് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ക്രീനിലെ വോൾട്ടേജ് നമുക്ക് നേരത്തെ കുറവായിരുന്നു, അത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് സോറി, അതല്ല, യെസ്, 257 പോയിന്റ് നമുക്ക്
നമ്മുടെ സ്ക്രീൻ വോൾട്ടേജും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെറ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ സ്ക്രീൻ കാണിക്കാം. നമ്മുടെ സ്ക്രീൻ വന്നിട്ടുണ്ട്, സ്ക്രീൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ ടി വി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്ക്രീനൊക്കെ വന്നു, നമ്മുടെ ടി വി ഓക്കെ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.